Hi, all. Welcome back. The future belongs to those who can rise above the technology and master it by ജെമി ഡയമണ്ട്. അതായത് ഇനി അങ്ങോട്ട് നമുക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നോളജീനെ അതിജീവിച്ച് അതിൻ്റെ മാസ്റ്റേഴ്സായി മാറണം. അത് ഏത് പ്രൊഫഷനിലാണെങ്കിലും. അപ്പം നമ്മുടെ ഈ ഒരു എ ഐ സീരീസിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് കോ പൈലറ്റ് ഫോർ ഫിനാൻസ് എന്നുള്ള മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു എ ഐ ടൂളാണ്. നമ്മൾ ഓൾറെഡി ചാറ്റ് ജി പി ടി ഡാറ്റ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അതേപോലെ തന്നെ സിബ്ര എ എന്ന് പറയുന്ന ഒരു ടൂള് എങ്ങനെയാണ് നമ്മൾ അനലിറ്റിക്സിൽ യൂസ് ചെയ്യുന്നതെന്നും കണ്ടു. ഇന്ന് നമ്മൾ മെയിനായിട്ടും ഡാറ്റ റീകൺസിലേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് കോ പൈലറ്റ് എന്നുള്ള ടൂൾ യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് എന്താണ് ഈ കോ പൈലറ്റ് എന്നുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. കോ പൈലറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു എ ഐ പവേർഡ് ടൂളാണ്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാക്കി എ ഐ ടൂൾസ് ഒക്കെ കാണുന്ന പോലെ തന്നെ ഡാറ്റ അനലിറ്റിക്സിനും അതേപോലെ തന്നെ വേരിയൻസ് അനാലിസിസ് റീകൺസിലേഷൻ അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഔട്ട്പുട്ട് എന്തായിരിക്കും, നമ്മുടെ ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. മൈക്രോസോഫ്റ്റ് 365ൻ്റെയും അതേപോലെ തന്നെ ഡൈനാമിക്സ് 365ൻ്റെയും ഒരു ബെനിഫിറ്റ് ഉണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോ പൈലറ്റ് എന്ന് പറയുന്ന ടൂളിന്. ഇത് ബിസിനസ്സിന് കൂടുതലായിട്ടുള്ള മോർ ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ വർക്ക് ഫ്ലോ ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു യൂസ് കേസസിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേരിയൻസ് അനാലിസിസ് അല്ലെങ്കിൽ റീകൺസിലേഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് എക്സൽ ഫയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരിയൻസ് അല്ലെങ്കിൽ മിസ്മാച്ച് കണ്ടുപിടിക്കുക, അതിൽ മാച്ചിങ് എത്ര ഫീൽഡ് മാച്ച് ആവുന്നുണ്ട്, എത്ര എണ്ണം പാർഷ്യലി മാച്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര എണ്ണം അൺമാച്ച് ആവുന്നുണ്ട്, ഇങ്ങനെ ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ വേരിയസ് അനാലിസിസിനാണ് നമ്മൾ ഈ ഒരു ടൂൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ കളക്ഷൻ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫീച്ചർ ഇതിനുണ്ട്. അത് ഔട്ട്ലുക്കിനെ ബേസ് ചെയ്താണ് വരുന്നത്. ദെൻ റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ്, നമ്മൾ സിബ്രയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളൊരു എക്സൽ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആസ്പെക്ട്സ് നമുക്ക് തരുന്നുണ്ടാവും. ഗ്രാഫിക്കലായിട്ടും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഒക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുകൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിന് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ വാറ്റീഫ് എന്നുള്ള സെനാരിയോ യൂസ് ചെയ്തുകൊണ്ട് ഇതിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു പ്ലാനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പെയ്ഡ് വേർഷനും അതേപോലെ തന്നെ ഫ്രീ വേർഷൻസും അവൈലബിൾ ആണ്. ഡാറ്റ പ്രൊട്ടക്ഷൻ നമുക്ക് എന്താണേലും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞിരുന്നു ചാറ്റ് ജി പി ടി ഒരു പരിധിവരെ നമുക്ക് റിലയബിൾ ആയിട്ടുള്ളൂ. അതേസമയത്ത് സെബ്രായി എന്ന് പറയുമ്പോൾ ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു എ ഐ ടൂളാണ്. അതേപോലത്തെയാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് കോ പൈലറ്റും ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. ദെൻ ഇത് നമുക്ക് നമ്മുടെ ലോഗ്സ്, നമ്മുടെ ആക്ടിവിറ്റീസ് ആൻഡ് ഓഡിറ്റ് ലോഗ്സ് എല്ലാം ഫുള്ളി ഓഡിറ്റബിൾ ആയിരിക്കും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. കോ പൈലറ്റ് എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മൾ റീകൺസിലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ വർക്ക് ബുക്കിൽ ആഡ് ഓൺസിൽ വരിക. ആഡ് ഇൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മോർ ആഡ് ഇൻസ് എന്ന് കാണാം. ഈ ഒരു സെർച്ച് ബാറിൽ നമ്മൾ കോ പൈലറ്റ് ഫോർ ഫിനാൻസ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഇവിടെ ആഡ് എന്നുള്ളത് കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. അവിടെ നമുക്കിപ്പോൾ അത് ഇൻസ്റ്റാൾഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിൽ നമ്മൾ ഈ ഫിനാൻസ് ഏജൻസ് മൈക്രോസോഫ്റ്റ് 365 എന്നുള്ള കോ പൈലറ്റിന് ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റീകൺസിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ റീകൺസിൽ ചെയ്യുന്നത് ഒരു കസ്റ്റമറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ കസ്റ്റമർ ആയിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെൻഡേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർ നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റും തമ്മിലൊന്ന് റീകൺസിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഷീറ്റിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഇൻവോയ്സ് നമ്പർ ഉണ്ട്, ഇൻവോയ്സിൻ്റെ ഡേറ്റ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ആ ഇൻവോയ്സിൻ്റെ എമൗണ്ട് ഉണ്ട്, അതുപോലെ പേ ചെയ്ത എമൗണ്ടും ഉണ്ട്, പേയ്മെൻറ്റിൻ്റെ ഡേറ്റും ഉണ്ട്. ഈ ഒരു വെണ്ടറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്തും ഇൻവോയ്സിൻ്റെ ഡേറ്റും നമ്പറും ഉണ്ട്, ഡിസ്ക്രിപ്ഷനും എമൗണ്ടും അതുപോലെ തന്നെ പേ ചെയ്ത എമൗണ്ടും ഡേറ്റും ഉണ്ട്. ഇത് നമുക്ക് റീകൺസിലേഷന് പോകുന്നതിന് മുന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു കോ പൈലറ്റ് ടൂൾ എപ്പോഴും റീകൺസിൽ ചെയ്യുന്നുണ്ടാവുക സ്ട്രക്ചേർഡ് ടേബിൾ ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു ടേബിൾ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ടി എന്നുള്ളത് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസേർട്ട് ടേബിൾ എന്നുള്ളത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്ന സമയത്ത് അതൊരു ടേബിൾ സ്ട്രക്ചറിലേക്ക് മാറും. ഇവിടെ ഞാൻ അതുപോലെ ടേബിളിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ റീകൺസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഹോമിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ടൂൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ റീകൺസിലേഷൻ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ആ ഒരു ടേബിൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻവോയ്സ് നമ്പർ മാപ്പിംഗ് 1ൽ
അതായത് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു എക്സൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ ലുക്കപ്പ് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഈ ലുക്കപ്പ് ചെയ്യുന്നുണ്ടാവുക ഒരു കോമൺ ഫീൽഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. രണ്ടിലുമുള്ള കോമൺ ഫീൽഡിനെ ബേസ് ചെയ്തായിരിക്കും ഇത് മാപ്പ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഈ ഒരു ടേബിൾ 1 ഇൻവോയ്സ് നമ്പറും ടേബിൾ 2 ഇൻവോയ്സ് നമ്പറുമാണ് കമ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ടേബിൾ 1 ഈ ഒരു ഡേറ്റും, അതായത് ഇൻവോയ്സ് ഡേറ്റും, ടേബിൾ 2 ഇൻവോയ്സ് ഡേറ്റും, ദെൻ മോണിറ്ററി വാല്യൂയിലേക്ക് പോകുന്ന സമയത്ത് ടേബിൾ 1 എമൗണ്ടും അതേപോലെ തന്നെ ടേബിൾ 2 എമൗണ്ടുമാണ് കമ്പയർ ചെയ്യുന്നത്. ഇത് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവർ കമ്പയർ ചെയ്തത് ഇൻവോയ്സ് എമൗണ്ട് മാത്രമാണ് കമ്പയർ ചെയ്തത്. ഇതിലേക്ക് എനിക്ക് ഈ ഒരു മോണിറ്ററി വാല്യൂവിലേക്ക് അഡീഷണൽ ആയിട്ട് ടേബിൾ 1 ഈ ഒരു പെയ്ഡ് എമൗണ്ടും കൂടെ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ടേബിൾ 1 ടേബിൾ 2 പെയ്ഡ് എമൗണ്ടും കൂടെ കമ്പാരിസന് കൊടുക്കുക. അതിനുശേഷം റീകൺസിൽ എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു റീകൺസിലേഷൻ പ്രോസസ്സ് ഈ ഒരു കോപ്പൈലറ്റ് ടൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. കോപ്പൈലറ്റ് ടൂൾ നമുക്ക് റീകൺസിലേഷന് ശേഷം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റീകൺസിലേഷൻ റിപ്പോർട്ടാണിത്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് റീകൺസിൽഡ് എന്നും വെൻഡർ സ്റ്റേറ്റ്മെന്റ് റീകൺസിൽഡ് എന്നും സെപ്പറേറ്റ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ തന്നെ എഗൈൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അൺമാച്ച്ഡ് ട്രാൻസാക്ഷൻ, പൊട്ടൻഷ്യലി മാച്ച്ഡ് ട്രാൻസാക്ഷൻ, അതുപോലെ മാച്ച്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ അൺമാച്ച്ഡ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ 1, 3 എന്നുള്ള ഇൻവോയ്സ് നമ്പർ ആണ്. അതിന് റീസൺ ആയിട്ട് ഇവിടെ പറയുന്നത് റീസൺ നമുക്ക് ഇവിടെ M1 എന്നുള്ള കോളത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. റീസൺ പറയുന്നത് ഇൻവോയ്സ് എമൗണ്ട് നമുക്ക് ഈ 1ന്റെയും 2ന്റെയും ടാലിയാണ്, പക്ഷേ ആ പെയ്ഡ് എമൗണ്ട് ടാലി ആവുന്നില്ല. പെയ്ഡ് എമൗണ്ട് നമുക്ക് ഈ ഒരു കസ്റ്റമറിന്റെ സ്റ്റേറ്റ്മെന്റിൽ 21,420 അതേപോലെ തന്നെ 0 ആണ്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് അത് 25,70 8,568 ആണ്. ഇത് തമ്മിൽ ഡിഫറൻസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് അൺമാച്ച്ഡ് ട്രാൻസാക്ഷനിലേക്ക് ഈ ഒരു ട്രാൻസാക്ഷനെ കൊണ്ടുവന്നേക്കുന്നത്. പൊട്ടൻഷ്യലി മാച്ച്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ആ ഒരു ടേബിളിലെ 2-3 വാല്യൂ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് മറ്റേ ടേബിളിലെ വാല്യൂ ആയിട്ട് ഈക്വൽ ആയി വരുന്നെങ്കിലാണ് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ മാച്ചിലേക്ക് വരുന്നത്. ഞാൻ കൊടുത്ത ടേബിളിൽ അങ്ങനെ ഒരു മാച്ച് ഇല്ലായിരുന്നു. അടുത്ത് വന്നിട്ട് കംപ്ലീറ്റ്ലി മാച്ച്ഡ് ട്രാൻസാക്ഷൻ ആണ്. അതായത് എല്ലാ ആസ്പെക്റ്റും മാച്ച് ആവും. ഇൻവോയ്സ് നമ്പർ മാച്ച് ആവുന്നുണ്ട്, ഡേറ്റ് മാച്ച് ആവുന്നുണ്ട്, അതേപോലെ തന്നെ എമൗണ്ടും തമ്മിൽ മാച്ച് ആവുന്നുണ്ട്. പെയ്ഡ് എമൗണ്ടും അതേപോലെ തന്നെ ഇൻവോയ്സ് എമൗണ്ടും മാച്ച് ആവുന്നുണ്ട്. അതാണ് നമ്മൾ ഈ മാച്ച്ഡ് ട്രാൻസാക്ഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബൾക്കായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്കൊരു റീകൺസിലേഷൻ റിപ്പോർട്ട് കിട്ടും. നിങ്ങൾ റീകൺസിലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ടേബിളിൽ എപ്പോഴും ടേബിളായിട്ട് തന്നെ സ്ട്രക്ചർ ചെയ്യുക. നമ്മളൊരു എക്സലിൽ നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ആ ഒരു ഡാറ്റ പേസ്റ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും Ctrl+T അടിച്ച് അല്ലെങ്കിൽ ഇൻസേർട്ട് ടേബിൾ എന്നുള്ളത് കൊടുത്ത് നമ്മുടെ ആ ഒരു ഡാറ്റയെ ടേബിൾ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇതിന്റെ കോളം നെയിം നമ്മൾ കൊടുക്കുമല്ലോ, ഇൻവോയ്സ് നെയിം, ഡേറ്റ് എന്നുള്ളത്, അത് ലെങ്തി ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഏറ്റവും ചുരുങ്ങിയ വേർഡ്സിൽ നമുക്ക് ആ ഒരു കോളം നെയിം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം റീകൺസിലേഷൻ പ്രോസസ്സിൽ ഈ ഒരു ടൂളിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും അതായിരിക്കും ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. നോർമൽ വർക്ക് ബുക്കിൽ നമുക്ക് ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ നോർമൽ എക്സൽ ഫയലിൽ ഇത് റീകൺസിലേഷൻ ചെയ്യാനായിട്ട് കൊടുത്ത സമയത്ത് മാപ്പിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നില്ല. പക്ഷെ ഞാൻ മാനുവലായിട്ട് മാപ്പ് ചെയ്ത് കൊടുത്തു. എന്നിരുന്നാലും ആ ഒരു റീകൺസിലേഷൻ എന്നുള്ളത് കൊടുത്ത സമയത്ത് ഒരു ഇറർ ഒക്കോഡ് എന്നൊരു മെസ്സേജ് ആണ് വന്നത്. ഞാൻ ഒന്ന് റെഫർ ചെയ്തു എന്തുകൊണ്ടായിരിക്കും ഇറർ വരുന്നതെന്ന് റെഫർ ചെയ്ത സമയത്ത് നമ്മൾ വൺ ഡ്രൈവ് അല്ലെങ്കിൽ ഷെയർ പോയിന്റ് പോലെയുള്ള ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫയൽ വേണം ഈ ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുമോ, അതിൽ നമുക്ക് ഈ ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒരു റീകൺസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ അക്കൗണ്ടൻസിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് റീകൺസിലേഷൻ ആണെങ്കിലും പേയ്മെന്റ്സ് റീകൺസിലേഷൻ ആണെങ്കിലും ഒക്കെ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ഇരുന്ന് 1 by 1 ആയിട്ട് ഓരോ എൻട്രീസും ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള AI ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീകൺസിലേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ AI ടൂൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി വരുന്ന വീഡിയോസിൽ. അതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഷ്യൻസിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. താങ്ക്